എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഡെഡിക്കേഷൻ വീഡിയോ ആണ്. ശരിക്കും നമുക്കറിയാം കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അമ്മമാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളും അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ അവർ കുട്ടികളുടെ കാര്യങ്ങളും മുഴുവനായിട്ട് നോക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ എക്സ്ട്രാ പഠിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സ്ട്രെയിൻ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വല്ലാത്ത ഫേസുമാണ്. അപ്പം ഈ പറയുന്ന കുട്ടികളെയും വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ സമയം കണ്ടെത്തുന്ന അമ്മമാരെ ശരിക്കും സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ എഫേർട്സും അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അവർക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ പഠിത്തം കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ സ്ട്രെയിനോസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പറയാൻ കാരണം എനിക്ക് ട്വിൻസാണ്, 2 കുട്ടികളാണ്. അപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡീവിയേഷൻ വരുത്തിയിട്ടും അതുപോലെ തന്നെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ കുട്ടികളുടെ കാര്യം മുഴുവൻ നോക്കി, വീട്ടിലെ കാര്യം മുഴുവൻ നോക്കി പിന്നെയും പഠിക്കാൻ സമയം കണ്ടെത്തുന്ന ആൾക്കാരെ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആക്ച്വലി വീട്ടുകാരും അതുപോലെ തന്നെ സമൂഹമൊക്കെ സപ്പോർട്ട് ചെയ്യുക, അവരെ ആ റിസൾട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അത് ഒരു നമുക്കൊരു ഒരു ഗോളായി സെറ്റ് ചെയ്ത് ചെയ്യുന്നവരെ നമ്മളെപ്പോഴും ബാക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ എഫേർട്സ് സമ്മതിക്കേണ്ട ഒരു എഫേർട്ടാണ്. എപ്പോഴും വളരെ ഡിറ്റർമൻഡ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും റിസൾട്ട്സ് കിട്ടട്ടെ എന്നാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ബൈ, ടേക്ക് കെയർ.